ഞാൻ റീസെന്റ് കണ്ട ഒരു ഫ്രഞ്ച് ഹൊറർ ത്രില്ലർ മൂവിയാണ് ഇൻഫെസ്റ്റഡ്. ഈ സ്പൈഡേഴ്സിനൊക്കെ പേടിയുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു മൂവി കണ്ടു നോക്കണം. കാരണം അത്ര കിടിലൻ മൂവിയാണ്. എനിക്ക് ഭയങ്കര ഇതിൽ തന്നെ ഇഷ്ടപ്പെട്ടു. ആ ഒരു മൂവിയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് ആ ഒരു എൻഡ് വരെ നല്ല എൻഗേജിംഗ് ആയിട്ട് തന്നെ ആ ഒരു മൂവി പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്പൈഡേഴ്സിന് എനിക്ക് അത്ര പേടിയൊന്നുമില്ല, എന്നാലും ചില സ്പൈഡേഴ്സിനൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. ആൻഡ് ഈ ഒരു മൂവിയിൽ അതിന് പ്രസന്റ് ചെയ്തിരിക്കുന്നതൊക്കെ ഭയങ്കര ഒരു ഹൊറർ ആയിട്ടാണ്. പണ്ടൊരു മൂവി ഉണ്ടായിരുന്നു 90s അർക്നോഫോബിയ എന്ന് പറഞ്ഞിട്ട്. അർക്നോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് സ്പൈഡേഴ്സ് ആണ്. അതും ഇതുപോലെ ഒരു ഭയങ്കര ജൈന്റ് സ്പൈഡേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു കിടിലം ഹൊറർ മൂവിയാണ്. അതിനുശേഷം ഞാൻ കാണുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പൈഡർ മൂവിയാണ് ഇൻഫെസ്റ്റഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നു, സ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. അത് കുറച്ച് ക്യാരക്ടേഴ്സ് ഒരു ബിൽഡിംഗിന്റെ അകത്ത് അതുപോലെ തന്നെയാണ് ഇവിടെ വരുമ്പോഴും. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്ന ഒരു പയ്യൻ ഒരു ഡെസേർട്ട് സ്പൈഡറിനെ പെറ്റായിട്ട് കൊണ്ടുവരും അവന്റെ ഫ്ലാറ്റിലോട്ട്. സോ പിന്നീട് അവിടെ എന്ത് നടക്കുന്നതാണ് സിനിമ സംസാരിക്കുന്നത്. ഏകദേശം ഇതേ ഒരു സ്റ്റോറി ലൈനാണ് ആ സ്റ്റിങ്ങിനെങ്കിലും ഈ ഒരു മൂവിലോട്ട് വരുമ്പോൾ ഇതിന്റെ പ്രസന്റേഷനും ഓരോ സീൻ്റെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആയാലും സ്പൈഡർ അറ്റാക്സ് ആയാലും എല്ലാം വേറെ ഡിഫറെന്റ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതായത് ഈ പെറ്റായിട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഡെസേർട്ട് സ്പൈഡറിനെ ഒരു ഫ്ലാറ്റിൽ കൊണ്ടുവരുമ്പോൾ ഇത് അവിടുന്ന് ആ ഒരു ബോക്സിന്റെ അകത്ത് പുറത്തു പോകും. എന്നിട്ട് ഇത് ഇങ്ങനെ ജസ്റ്റ് അവിടെ ഇങ്ങനെ സ്പ്രെഡായി ഇതിന്റെ ഏറ്റവും വലിയൊരു പവർ എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്യും ആൻഡ് ഭയങ്കര പോയിസൺ ആണ്. സോ ഇത് അവിടെ ഇങ്ങനെ ഇരുന്ന ആ ഒരു ഫ്ലാറ്റ് ഫുള്ളും, അതായത് ഇപ്പം ഒരുപാട് ആൾക്കാരുണ്ട് ഫ്ലാറ്റിന്റെ അകത്ത്. ഇപ്പം നമ്മൾ സ്റ്റിങ്ങിനെ വെച്ച് കമ്പയർ ആണെങ്കിൽ അതിൽ കുറച്ച് ക്യാരക്ടേഴ്സ് വിത്തിൻ സ്പേസിന്റെ അകത്തായിരുന്നു. ഇതിലെന്ന് പറയുമ്പോൾ ആ ഒരു ഫ്ലാറ്റിന്റെ അകത്ത് വന്നുപോയ ഒരുപാട് ആൾക്കാരുണ്ട്. ലൈക്ക് ഈ ഒരു മൂവിയിൽ പറയുന്ന ഒരു മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്, പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, പിന്നെ വന്നു പോകുന്ന കുറെ ക്യാരക്ടേഴ്സ്. സോ ഇങ്ങനത്തെ ഒരുപാട് പേര് ഇതിന്റെ അകത്ത് ട്രാപ്പായി പോകും. കാരണം ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം ആ ഒരു അപ്പാർട്ട്മെന്റ് എക്സിറ്റ് പോയിന്റ് ആയാലും അല്ലെങ്കിൽ എവിടെ തിരിഞ്ഞാലും സ്പൈഡേഴ്സ്, ആ രീതിയിലാണ് ഈ ഒരു സ്റ്റോറി ലൈൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആൻഡ് ഇതിനൊരു മേക്കിംഗ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു സ്പൈഡേഴ്സിന്റെ പ്രസന്റേഷൻ ഒക്കെ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം സ്പൈഡേഴ്സ് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സ്പൈഡർ മൂവീസ് കണ്ടിട്ടുണ്ട്. അതിലൊക്കെ VFX ഒക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ചിരി വരും. നമുക്കൊരു പേടിയോ അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഒരു ഫിയർ സ്പൈഡറിന്റെ ആ ഒരു കാര്യം ഒന്നും തോന്നാത്ത രീതിയിലുള്ള VFX ഒക്കെ ആയിരിക്കും. പക്ഷേ ഇതിലോട്ട് വരുമ്പോൾ VFX വൈസ് ഒക്കെ അടിപൊളിയായിരുന്നു. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു അപ്പാർട്ട്മെന്റ് ഫുൾ, ഞാൻ ഈ പറയുന്ന ഒന്നോ രണ്ടോ സ്പൈഡേഴ്സ് അല്ല, ഒരു അപ്പാർട്ട്മെന്റ് ഫുൾ ലക്ഷക്കണക്കിന്, അതായത് അത് ഇങ്ങനെ പെട്ടെന്ന് ഇത് റീപ്രൊഡ്യൂസ് ചെയ്യണം. ഇത് ഭയങ്കര പോയിസൺ ആണ്. ആൻഡ് ആ ഒരു അപ്പാർട്ട്മെന്റ് ഫുൾ ഇങ്ങനെ എവിടെ തിരിഞ്ഞാലും ഏതൊരു പോയിന്റ് നോക്കിയാലും ഇങ്ങനെ ലക്ഷക്കണക്കിന് സ്പൈഡേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ ആ ഒരു ലെവലാണ്, അതായത് എവിടെ തിരിഞ്ഞാലും സ്പൈഡേഴ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്പൈഡറിനെ കാണുമ്പോൾ ഒരു അറപ്പം ഒരു പേടിയൊക്കെ തോന്നും. ആ ലെവലിൽ ആ ഒരു CG വർക്ക് ആയാലും അല്ലെങ്കിൽ ആ ഒരു സ്പൈഡേഴ്സിന്റെ പ്രസന്റേഷൻ ആയാലും എല്ലാം അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു ത്രില്ലർ മൂവി മാത്രമല്ല, ഒരു ഹൊറർ എലമെന്റ്സ് ഒക്കെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു ക്ലോസ് സർക്കിളിന്റെ അകത്ത് അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് അകത്ത് ട്രാപ്പായി പോകുന്ന കുറച്ച് ആൾക്കാർ അവരെങ്ങനെ ഇതിന് രക്ഷപ്പെടും, അതായത് ആ ഒരു കാറ്റ് ആൻഡ് മൗസ് പ്ലേ വിത്ത് സ്പൈഡേഴ്സ്, ആ ഒരു ലെവലൊക്കെ അടിപൊളിയായിട്ട് തന്നെ സിനിമ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ 90s മൂവിയില്ല, അതിലൊക്കെ ഭയങ്കര വലിയ ജൈന്റ് സ്പൈഡേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഫുള്ള് വലയൊക്കെ ഇട്ട് ആൾക്കാരെ ഇങ്ങനെ കൊന്നു വെച്ചാൽ ഡെഡ് ബോഡി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെറിയ അറപ്പ് തോന്നിയിട്ടുണ്ട്. സോ അതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഈ ഒരു മൂവിയിൽ വരുമ്പോൾ. അല്ലാതെ വളരെ നോർമൽ ആയിട്ടൊന്നുമല്ല പോയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ റൂമിൻ്റെ അകത്ത് ഫുൾ വല, അതിൻ്റെ അകത്ത് കുറെ ഡെഡ് ബോഡി. സ്പൈഡേഴ്സിന് പേടിയുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് പല സീക്വൻസും അങ്ങനെ കണ്ടു തീർക്കാനൊന്നും പറ്റത്തില്ല. ആ ലെവലിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ചില സീക്വൻസ് ഒക്കെ എനിക്കും ഒരുമാതിരി തോന്നിയിട്ടുണ്ട്. സോ എന്തായാലും ഇതിന്റെ പ്രസന്റേഷൻ അടിപൊളിയാണ്. ആ സ്റ്റോറി ലൈൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ്. ഒരു സ്പൈഡർ ഭയങ്കര രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ഭയങ്കര പോയിസണസ് ആയിട്ടുള്ള സ്പൈഡർ ഒരു വലിയൊരു അപ്പാർട്ട്മെന്റിൽ അതിങ്ങനെ ഓടി നടന്ന് നടക്കുവാണ്. അത് ഒന്നോ രണ്ടോ അല്ല, ലക്ഷക്കണക്കിന് സ്പൈഡേഴ്സ് ഉണ്ട്. സോ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാർ ആൻഡ് അവരുടെ കഥ. സോ അതാണ് ഈ മൂവി. അത് അടിപൊളിയായിട്ട് തന്നെ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോ സ്പൈഡേഴ്സിനൊക്കെ പേടിയുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.